ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കെൽ പ്രഷേഴ്സാദ്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ബൈക്കിലേക്ക് കുറച്ച് അടിപൊളിയായിട്ടുള്ള ഒരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കാറിൻ്റെ തന്നെ മോഡിഫിക്കേഷൻ്റെ അപ്ഡേറ്റ് വന്നാൽ ഞാൻ വീഡിയോ ഇട്ടിരുന്നു. അതുപോലെ തന്നെ ടയർ നമുക്ക് നമ്മുടെ ഇന്ത്യ തഫ്ത് ഔട്ടിലുള്ള പോലെ വേണ്ട മോഡലാക്കാൻ പറ്റും. ഈ ഡിഫൻഡറിന് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ വെല്ല് ഈ കാർ മോഡിഫിക്കേഷൻ്റെ ആപ്പിൽ തന്നെ ഈ ഫ്രണ്ട് പ്ലസ് എന്ന് അടിക്കുമ്പോൾ ഫ്രണ്ട് പ്ലസ് എന്ന് കാണിക്കുമ്പോൾ ഇതാ നമുക്ക് വേണ്ടത്ര ഇങ്ങനെ കൂട്ടാൻ കഴിയും. അതുപോലെ തന്നെ മൈനസ് ചെയ്യാനും പറ്റുന്നുണ്ട്. ആവശ്യത്തിന് നമുക്ക് മൈനസും ആക്കാം. ബാക്കത്തവും നമുക്ക് അതുപോലെ പ്ലസും മൈനസും ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിന് പറ്റിയ വീല് വെച്ചാൽ പുറത്തേക്ക് വരുമ്പോൾ ഇങ്ങനത്തെ മോണിസ്റ്റർ ടയർ ഉണ്ട്. അത് നമുക്ക് മാക്സിമം വലുതാക്കാം. കുറച്ചും കൂടി വലുതാക്കാം. ഓക്കെ, ഇനി ബാക്കത്തെ നമുക്ക് മാക്സിമം വലുതാക്കാം. നമുക്കിപ്പം മതിയായി എന്ന് മനസ്സിലായാൽ കുറച്ചൊന്ന് ബാക്കിലോട്ടേക്ക് പോവാം. അപ്പോൾ കണ്ട വണ്ടി ഒന്ന് കുലുങ്ങും, റെഡിയാവും. ഇതിൻ്റെ തഫ്താവട്ടത്തെ പോലെ മുന്നത്തെ വലുതും ബാക്കത്തെ ചെറുതും അങ്ങനെ ആക്കാൻ പറ്റത്തില്ല ഇതിൽ. ഇപ്പോൾ നല്ല സുഖമായിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു മോണിസ്റ്റർ കാർ പോലെ ആക്കാൻ പറ്റും. അതുപോലെ തന്നെ ഗൈസ്, നമ്മുടെ ഇതിലേക്ക് RGS ടൂളിൽ 3 അപ്ഡേറ്റുകൾ ഒന്നിച്ച് വന്നിരിക്കുകയാണ്. അത് ഇമേജസ് വെക്കാൻ പറ്റുന്ന അപ്ഡേറ്റ് ആണ്. ഒന്ന് നമ്മുടെ മെനു ഇല്ലേ, പ്ലേ സെറ്റിങ്സ്, ചലഞ്ച്, അതൊക്കെ കൊടുക്കുന്ന സ്ഥലം, അവിടെ നമുക്ക് ഇഷ്ടമുള്ള പിക്ചർ വെക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ TV-യിൽ നമുക്ക് ഇഷ്ടമുള്ള പിക്ചർ വെക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ സിറ്റിയിലുള്ള എല്ലാ ഗ്രാസുള്ള സ്ഥലത്തും ഇഷ്ടമുള്ള പിക്ചർ വെക്കാൻ പറ്റും. ആദ്യം ഞാൻ TV-യിൽ വെക്കാൻ കഴിയുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഇതാ ഞാൻ TV-ൻ്റെ അടുത്ത് പോയി നിന്നിട്ട് നമ്മുടെ RGS ടൂൾ എടുത്തിട്ട് TV-ന്ന് അടിക്കുക. TV-ന്ന് അടിച്ച ശേഷം നേരെ നമ്മുടെ ഗാലറിയിലേക്ക് വരും. അവിടുന്ന് ഞാനിപ്പോൾ റൊണാൾഡോൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഡണ്ണ് കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരെ ഗെയിം റീസ്റ്റാർട്ട് ചെയ്യണം. നേരെ ബാക്കിലേക്ക് പോകും, പ്ലേ കൊടുക്കുക. ലോഡായി. അപ്പോൾ നമ്മുടെ TV-യിൽ നല്ല ക്ലിയർ ആയിട്ട് തന്നെ റൊണാൾഡോൻ്റെ ഫോട്ടോ കാണാൻ പറ്റും നമുക്ക്. ഇതുപോലെ തന്നെ ഞാൻ ഗ്രാസിൽ വേണ്ട ഇത് പിക്ചർ എങ്ങനെ വെക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമുക്ക് നമ്മുടെ ഗ്രാസുള്ള സ്ഥലത്തേക്ക് പോകണം. നേരെ നമുക്ക് നമ്മുടെ വീടിൻ്റെ മുന്നിൽ തന്നെ ഗ്രാസ് ഉണ്ട്, അവിടെ പോകണം. അടുത്തേക്ക് പോവാം. നമുക്ക് ഓടിച്ചിട്ടത്തെ ഓക്കെ, നമുക്ക് ഗ്രാസിൽ എത്തിയിട്ടുണ്ട്. ഇനി ഒന്നും കൂടി RGS ടൂൾ എടുത്തിട്ട് GIC അടിക്കുക. GIC അടിക്കുമ്പോൾ നമ്മൾ നേരെ പിന്നെ നമ്മുടെ ആൽബത്തിലേക്ക് വരും. ഞാൻ ഇവിടുന്ന് ഒരു റോയൽ എൻഫീൽഡ് ബുള്ളറ്റിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ടാണ് ഉള്ളത്. നമുക്ക് വീണ്ടും ഗെയിം റീസ്റ്റാർട്ട് ചെയ്യാം. നമ്മളത് പുറത്തേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് അവിടെ പോയി കാണിച്ചു തരാം. സിറ്റി ഫുള്ളൊന്ന് വണ്ടി ഓടിച്ച് കാണിച്ചു തരാം. ഇതൊക്കെ ഉണ്ടാവും. ഇവിടെ ഈ പുല്ലുള്ള സ്ഥലത്തൊക്കെ ഞാൻ ചൂസ് ചെയ്ത റോയൽ എൻഫീൽഡ് ബുള്ളറ്റിൻ്റെ ഫോട്ടോ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഫുള്ള് ഇവിടെ ആ പുല്ലുണ്ടാകുന്ന എല്ലാ സ്ഥലത്തും ഫോട്ടോ ആണ്. പക്ഷേ നമ്മുടെ പാർക്കില്ലേ, സിറ്റിയിലെ ആ സെൻറ്റർ, ആ സർക്കിളുള്ള ആ പാർക്ക്, അവിടുത്തെ പുല്ല് മാറത്തില്ല. അവിടെ പുല്ല് ഇപ്പം പുല്ല് തന്നെയായിട്ടുണ്ടാവുക. അത് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ കാണാൻ പറ്റും. അവിടെ പുല്ല് തന്നെയാണ്. ബാക്കി എല്ലാ സ്ഥലത്തും എയർപോർട്ടിൻ്റെ ഉള്ളിലൊക്കെ തുടക്കത്തിൽ ഇവിടെയൊക്കെ പുല്ലാണ്. അവിടെയൊക്കെ കണ്ട ഇത് വണ്ടിയുടെ ഫോട്ടോ. അതുപോലെ തന്നെ നമ്മുടെ മെയിൻ മെനു ഇല്ലേ, പ്ലേ, ചലഞ്ച്, സെറ്റിങ്സ്, അത് കൊടുക്കുന്ന സ്ഥലത്തും ഇത് വന്നിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഇത് നമ്മുടെ RGS ടൂളിൽ തന്നെ MIC അടിക്കുക. MIC അടിച്ചിട്ട്
ഇത് കൊടുക്കും. നമ്മൾ നേരെ പിന്നെയും ഗാലറിയിലേക്ക് തന്നെ വരും. നമുക്ക് വേണ്ട ഒരു ഫോട്ടോ നമുക്ക് അവിടെ നിന്ന് എടുക്കാം. നമ്മളിങ്ങനെ താഴോട്ടേക്ക് താക്കുമ്പം അത് പിന്നെ പോവുകയും ചെയ്യും. ഞാൻ അറിയാണ്ടാക്കി പോയാ. ഓക്കെ ഓക്കെ, നമുക്ക് വേണ്ട പിക്ചർ ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും. ഞാൻ ഇവിടെ നിന്ന് ഒരു പൂവിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗെയിം ഒന്നും കൂടി റീസ്റ്റാർട്ട് ചെയ്യാം. കണ്ടോ, നമുക്കിപ്പോൾ ഇത് നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ് നമുക്ക് വെക്കാൻ പറ്റും. ഞാനിപ്പോൾ എൻ്റെ ഗാലറിയിലത്തെ ഒരു പൂവിൻ്റെ ഒരു ഫോട്ടോ പോലെ എടുത്തിട്ട് ഇവിടെ വെച്ചാണ്. ഇപ്പോൾ നമ്മുടെ ഇവിടെ നമുക്ക് വേണ്ടത് ഓക്കെ, നമുക്കിത് കളയാനും പറ്റും. നമ്മുടെ സിറ്റിയിലെ ഗ്രാസ് ഇല്ലേ, അതിൻ്റെ ഫോട്ടോ ഒക്കെ നമുക്ക് കളയാൻ പറ്റും. ബാക്കിയുള്ള നമുക്ക് കുഴപ്പമില്ല, ബാക്കിയുള്ള ബ്ലാക്ക് അല്ലേ, ബ്ലാക്ക് നമുക്കൊരു ബ്ലാക്ക് ഫോട്ടോ കൊണ്ടുവച്ചാൽ മതി, സെറ്റ് ആയിക്കോളും. പക്ഷേ എങ്കിൽ ഈ പുല്ല് നമുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അവിടെ പുല്ലിൻ്റെ അടുത്തേക്ക് തന്നെ എൻഫീൽഡ് ഞാൻ വെച്ചില്ലേ, അവിടത്തേക്ക് തന്നെ പോകണം. ഓക്കെ, നമുക്ക് അവിടത്തേക്ക് ഓക്കെ ഇവിടെ എത്തിയ ശേഷം നമുക്ക് RGS ടൂൾ എടുക്കുക. എന്നിട്ട് GICD എന്നടിക്കുക. GICD എന്നടിച്ച ശേഷം കണ്ടോ, GIC ഡിലീറ്റഡ് എന്നിട്ട് ഇവിടെ സൈഡിൽ കാണിക്കും. ഇവിടുത്തെ ഇതൊക്കെ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനൊരു ഗ്ലിച്ച് പറഞ്ഞുതരാം. അത് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഞാൻ പ്ലഗിങ് ആപ്പിൽ നിന്ന് കയറ്റിയതാണ് ഒമിനി ആണ് ഇതിന് പറ്റത്തുള്ളൂ. ഒമിനി എടുക്കുക, ശേഷം 400 അടിച്ചിട്ടൊരു വണ്ടി എടുക്കുക, ZX10R എടുക്കുക. കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടിലും കൂടി കയറാം. ഇൻഫിനിറ്റി മൊബൈലിൻ്റെ ഒരു ഇതാണ്. നമ്മൾ കുറച്ച് മുന്നോട്ട് പോവാം, വണ്ടി നിർത്താം, എന്നിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങുക. ക്യാമറ വ്യൂ മാറ്റുമ്പോൾ നമ്മൾ അവിടെ നിൽക്കുന്ന കാണാൻ പറ്റും. നമ്മുടെ മൊബൈൽ എടുത്തിട്ട് ഇത് നമ്മുടെ അൾട്രാ സൂപ്പർ ജമ്പ് സ്കൈ ഫോളോ ആക്ടിവേറ്റ് ചെയ്യുക. നമ്പർ 1120 ഓക്കെ, ഇപ്പോൾ കണ്ട ഇവിടെ ഫുൾ മൊബൈൽ നമുക്കിപ്പോൾ സൗണ്ട് കേൾക്കാൻ പറ്റും. എന്തോ ഒരു സൗണ്ട് കേൾക്കാൻ പറ്റും, പക്ഷെ നമുക്കൊന്നും കാണാൻ പറ്റില്ല. ഇപ്പോൾ വേസ്റ്റ് ആയിട്ട് കാണിക്കും. കണ്ട, വേസ്റ്റ് ഫുള്ള് ക്രോപ്പ് ആക്കിയിട്ട് കാണിക്കും. ഇതൊക്കെയാണ് ഗൈസ് നമ്മുടെ ഇന്ത്യൻ ബൈക്കിലേക്ക് വന്ന അപ്ഡേറ്റുകൾ. ഇനിയും നല്ല നല്ല അപ്ഡേറ്റുകൾ വരും. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ ഇവിടെ വെച്ച് എൻ്റെ പേരാണ്. അപ്പം ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.